ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താണ് കൊമേഴ്സ് സ്റ്റുഡൻസിന്. ഓക്കെ, കാരണം മറ്റൊന്നുമല്ല, ഇപ്പം കൊമേഴ്സിന്റെ പണികളെ കുറിച്ചാണ്. പണികൾ, കിട്ടുന്ന പണികൾ. ഓക്കെ ഓക്കെ അപ്പോ കിട്ടുന്ന പണി എന്ന് പറയുമ്പോൾ എന്താണ്, കിട്ടുന്ന പണി മാത്രമല്ല, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പണികളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ എന്താണെന്നുള്ള ഡൗട്ട് ഉണ്ടോ? മറ്റൊന്നല്ല, നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ യെസ്, അപ്പം നമ്മളിപ്പോ പണ്ട് മുതൽ എന്താണ് ഒരു ജോബ് എന്നുള്ള റിലേറ്റഡ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയും ഏത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് നോക്കാം അല്ലെ. പക്ഷെ അത് എന്താണ് ഒരു സയൻസ് സ്ട്രീം ബേസ്ഡ് ആയിട്ടുള്ള ജോബുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ്, അങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതിലൊന്നും എന്താണ് ഒരു കൊമേഴ്സ് സ്ട്രീം ബേസിൽ ഒരു ജോബും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻസ് ആണ് അല്ലെ, എന്തൊക്കെയാണ് ഈ കൊമേഴ്സ് സ്ട്രീം ബേസിൽ വരുന്ന ജോബുകൾ, നമുക്ക് മാത്രമായിട്ട് എന്താണ് നല്ല ഓപ്ഷൻസുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, വൺ സെക്കൻഡ്. ഓക്കെ യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിൽ നമ്മളെ കൊമേഴ്സ് ബേസിൽ നമ്മളെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഈ ഒരു കേസാണ്. ഇത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിനെ കുറിച്ചാണ്. സോറി, യെസ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഓക്കെ, നമ്മൾ കൊമേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് തന്നെ തുടങ്ങണം. ഈ ഒരു സെക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരു പ്രൊഫഷണൽസ്, ആ ഒരു കരിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത്രയൊന്നല്ല, ഈ ഒരു വീഡിയോസിൽ പറയാൻ പോകുന്നതൊന്നുമല്ല, അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മുന്നിൽ ഇനി വരുന്ന ടൈമിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇനിയുള്ള ഒരു 10 വർഷത്തേക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, അത്രയ്ക്കും വാസ്റ്റ് ആയിട്ട് നമ്മൾ കൊമേഴ്സ് വളരാൻ പോവാണ്. ഇപ്പൊ തന്നെ അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന എന്താണ് ജോബ് അത്രയ്ക്കുണ്ട് സാധ്യതകൾ, ജോബിന്റെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് അത്രയ്ക്കുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ആ കാര്യം മനസ്സിൽ വെക്കാം. ദെൻ അതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ട കാര്യമാണ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും പ്രൊഫഷണൽ കോഴ്സസ് നമ്മളെ മുന്നിലുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്താണ് CA എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മളെ കൊമേഴ്സിൽ ഒരു രാജാവായിട്ട് നിൽക്കുന്ന ഒരു ജോബാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രൊഫഷനാണ് എന്തെന്ന് പറയുന്നത് CA എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ CPA വരുന്നുണ്ട്. CPA മീൻസ് ഒന്നുമില്ല, CA തന്നെയാണ്. പക്ഷെ എന്താണ്, അത് ഫോറിൻ ബേസിലേക്ക്, അതായത് ഈ അമേരിക്കൻ ബേസിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അത് CPA ആയി മാറുന്നു. അതേപോലെ CS, CMA, CFA, ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള ജോബാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ കുറിച്ചൊക്കെ മക്കൾ കേട്ടില്ലേ, ഷെയർ മാർക്കറ്റ്സ് കാര്യങ്ങളൊക്കെ. സോ അതിലുള്ള റിസ്ക് ഒക്കെ അനലൈസ് ചെയ്യുക. ഓക്കെ, അതിലുള്ള എന്താണ് റിസൾട്ടുകൾ അനലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ആക്ച്വറീസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ വരുന്നതാണ് ഏത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൺസൾട്ടൻസി സർവീസസ് ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, ഓഡിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ കൊമേഴ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള ഓപ്ഷൻസ് ആണ് അധികവും. ഓക്കെ, അതായത് കൺസൾട്ടൻസി സർവീസസ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ടാക്സിന്റെ കേസസ് ആയാലും ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു ഇനിയുള്ള ടൈമിലൊക്കെ GST, ടാക്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അത്തരത്തിൽ നമുക്ക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഓഡിറ്റർ ആയിട്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു കമ്പനീസിനൊക്കെ യെസ്, അവർക്കൊക്കെ ഒരു അഡ്വൈസർ ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ഫണ്ടുകൾ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ നമുക്ക് ഒരു വലിയൊരു MNCs അങ്ങനത്തെ കമ്പനീസിനൊക്കെ നമുക്ക് ഒരു അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് ആ ഒരു കേസിലാണ്. ഒരു MNC പോലുള്ള, അതായത് മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫഷണൽസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ കേസുകളും. പക്ഷെ ഇതിന് മക്കൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം അത്രയ്ക്കും നല്ല കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഴ്സ് ചെയ്ത് ആവുക എന്നുള്ളതല്ല. അത്രത്തോളം നമുക്ക് ഇതിനൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അത്രത്തോളം ഒരു 3-4 എക്സാമുകളൊക്കെ എഴുതി 4-5 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഹാർഡ് വർക്കോടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു പൊസിഷനിലൊക്കെ എത്താൻ പറ്റുള്ളൂ. സോ CPA എന്നൊക്കെ പറയുന്നത് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കൊമേഴ്സ് ബേസിൽ ഒരു സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യുന്നതിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള
എക്സാം ആയിരിക്കും CPL വരുന്നത്. അത്രയ്ക്കും ടഫായിട്ടുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ അതിന് മാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അത്രത്തോളം ലക്ഷങ്ങളോളം സാലറീസ് ഉള്ള ഒരു അടിപൊളി കരിയറാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ മക്കൾ ഓർക്കേണ്ടത് ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിനെ കുറിച്ചാണ്. ഓക്കെ, അതിനുശേഷം നോക്കുക ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ബാങ്ക് മാനേജർ മുതൽ ക്ലർക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇൻഷുറൻസ് അഡ്വൈസർ ഉണ്ട്, ലോൺ ഓഫീസർ, ക്രെഡിറ്റ് അനലിസ്റ്റ് തുടങ്ങി ഒരു ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഒക്കെ നമുക്കറിയാം ഇനിയുള്ള ടൈമിൽ അത്രത്തോളം ഓപ്ഷൻസ് അല്ലെങ്കിൽ അത്രത്തോളം വാസ്റ്റ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇനിയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമൊക്കെ ഇൻഷുറൻസ് ഏരിയാസ് ഒക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എന്തായിട്ടുണ്ട്, ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്, കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സോ അതിലൊക്കെ അത്രത്തോളം ഓപ്ഷൻസ് നമുക്കുണ്ട്. സോ അതിലൊക്കെ ഏറ്റവും നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് മറ്റാർക്കും അല്ല, നമ്മൾ കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ കൊമേഴ്സുകാർക്കാണ്. ഓക്കെ, സോ അപ്പം മനസ്സിലാക്കേണ്ട കാര്യമാണ് ബാങ്കിലൊക്കെ മെയിൻ ആയിട്ട് നമ്മളാണ് ഏറ്റവും ആവശ്യം അക്കൗണ്ടിങ് റിലേറ്റഡ് ആണ്. ഓക്കെ, കണക്കൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ അതൊക്കെ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അടുത്തലേക്ക് പോകുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് സാറ് ഫസ്റ്റ് തന്നെ പറഞ്ഞു, പണി കിട്ടാൻ മാത്രമല്ല പണി കൊടുക്കാനും നമുക്ക് പറ്റും അല്ലെ. പണി കൊടുക്കാം, എങ്ങനെ കൊടുക്കാം? ഓക്കെ, ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്, നമുക്കൊരു ബിസിനസ് സെറ്റ് ചെയ്യാം. ഇതാർക്ക് പറ്റും? ബിസിനസ് പഠിക്കാൻ നമുക്കല്ലേ പറ്റുക. ഏറ്റവും കൂടുതൽ നല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ടാകുക, ബിസിനസ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ടോ ഒരു നല്ലൊരു ഐഡിയ, സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് ഇറങ്ങുക നമ്മുടെ സൊസൈറ്റിയിലേക്ക്. എന്നിട്ടൊരു ഒരു ബിസിനസ് അങ്ങോട്ട് കെട്ടിപ്പടുത്തുക. പിന്നെ നോക്ക് 100-500 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി നമുക്ക് മാറാം അല്ലെ. അതാണ് പണി കൊടുക്കുക എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു എന്റർപ്രണർ ആവാൻ പറ്റും. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ, HR മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ തുടങ്ങി നമുക്ക് കൊമേഴ്സിൽ വരുന്ന ഈ ഒരു MBA എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ HR മാനേജർ റിലേറ്റഡോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡോ ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ MBA ഒക്കെ കേസസ് എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ IIM പോലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ MBA ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരു സ്റ്റുഡന്റിനെ കാത്തിരിക്കുന്നത് നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും നല്ല കരിയർ ഓപ്ഷൻസ് ആണ്. നല്ല സാലറിയോടുകൂടി നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ കൊത്തിക്കൊണ്ടുപോകാൻ അത്രയ്ക്കും കമ്പനീസ് ഇപ്പൊ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏതൊരു കമ്പനി എടുത്തോ, ഏതൊരു ഇൻഡസ്ട്രി എടുത്തോ, അവിടെ ഒരു കൊമേഴ്സുകാരൻ വേണം. ഓക്കെ, അവിടെ ഒരു കൊമേഴ്സുകാരൻ വേണം. സോ MBA ഒക്കെ അത്തരത്തിൽ നല്ല കരിയർ ഓപ്ഷൻസ് ഉള്ള കോഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അതായത് ബിസിനസ് അനലിസ്റ്റ് ഉണ്ടാവും, പ്രൊജക്ട് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ഇതൊക്കെ മറ്റാർക്കുള്ളതല്ല, ഇതൊക്കെ നമുക്കുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റിൽ തന്നെ നോക്കുമ്പോൾ എത്രത്തോളം കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിലൊക്കെ ഇവരൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതൊക്കെ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള ജോബ് ജസ്റ്റ് കൊടുത്തുള്ളൂ. ഇതൊന്നും മക്കൾ അറിയാത്തതുപോലെ നമുക്ക് ഈ ഒരു വീഡിയോസിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്കും കിടക്കുന്നുണ്ട് ഓപ്ഷൻസ്. ഓക്കെ, റെഡി? ഇതാണ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ടർ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് ഗവൺമെന്റ് ജോബ് മതി സാറേ. ഓക്കെ, ഗവൺമെന്റ് ജോബ് മതി എന്നാണെങ്കിൽ ഗവൺമെന്റ് ജോബ് നമുക്ക് UPSC, PSC, SSC, റെയിൽവേ, ഡിഫൻസ്, ഗവൺമെന്റ് അക്കൗണ്ടന്റ്, നമുക്ക് PSC ത്രൂ ഒക്കെ വിളിക്കുന്ന PSC, SSC ത്രൂ ഒക്കെ വിളിക്കുന്ന പല ഗവൺമെന്റ് അക്കൗണ്ടന്റ് ജോബുകളുണ്ട്. ഗവൺമെന്റ് അക്കൗണ്ടന്റ് ജോബ് ഒക്കെ നമ്മൾ കൊമേഴ്സുകാർക്ക് വേണ്ടി മാത്രമാണ്, അത് മറ്റൊരാൾക്കും എഴുതാൻ പറ്റുന്നതല്ല. ഓക്കെ, നമുക്ക് വേണ്ടി മാത്രമാണ്. ഗവൺമെന്റ് ഏത് പബ്ലിക് സെക്ടേഴ്സിൽ എന്തുണ്ടാവും, അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കൊമേഴ്സുകാരനായല്ലേ അക്കൗണ്ടന്റ് ആകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്ന UPSC ഉണ്ട്, PSC, SSC, റെയിൽവേ, ഡിഫൻസിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കൊമേഴ്സ് ബേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഡിഫൻസിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെഡി? ഓക്കെ, അതിനുശേഷം നോക്കിക്കോ, പറഞ്ഞു സാർ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ, ഇനിയുള്ള ടൈമിൽ അത്രത്തോളം ആണ് നമ്മൾ ഉയർന്നു പോകാൻ പോകുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് വളർന്നുകൊണ്ടിരിക്കുക, ഡെയിലി വളർന്നുകൊണ്ടിരിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും കൊമേഴ്സ് മാനേജർ, ഡാറ്റ അനലിസ്റ്റ്, കണ്ടന്റ് മാനേജർ തുടങ്ങി നമുക്ക് കൊമേഴ്സ് മേഖലകളിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിൽ വരുന്ന ജസ്റ്റ് മെയിൻ ആയിട്ട് ഹെഡ് ആയിട്ട് ജോബിന്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നല്ല, ഒരുപാട് അതുപോലുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് കൊമേഴ്സ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ
അത്രയ്ക്കും ജോബ് സാധ്യതകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുള്ള ടൈമിലൊന്നും ഒരിക്കലും എന്താണ് ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരടി പോലും ഇങ്ങോട്ട് പോകില്ല. അതിനു വേണ്ടി അങ്ങ് കേറുകയുള്ളൂ. റെഡി? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്താ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനിയിപ്പോ അതൊന്നും വേണ്ട, നമുക്ക് ലോ ആണ് താല്പര്യം. കോട്ടക്കെട്ട് വക്കീലാണോ? നമുക്കാവാം. കോട്ടക്കെട്ട് വക്കീലാണോ? ആയിക്കോ. എന്തൊക്കെ ഈ ലോ പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പോകാം. ജസ്റ്റ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് എന്താവാം, കോർപ്പറേറ്റ് ലോവർ ആവാം. അല്ലെ? ഒരുപാട് കമ്പനീസിന്റെ കോർപ്പറേറ്റ് കമ്പനികളുടെ ലോയർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, ആ കമ്പനീന്റെ എന്തൊക്കെ കേസുകളുണ്ടോ നോക്കുന്ന ഒരാള്, അതൊക്കെ ഏതാ ലെവലിൽ ലീഗൽ അഡ്വൈസർ ആയിട്ട് പോവാം. ഇതേപോലെ MNCസിന്റെ ഒക്കെ പിന്നെ റിസ്ക് അനലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലോ ബേസിൽ നമുക്ക് നോക്കാം. റെഡി? ഇനി അതൊന്നും വേണ്ട, നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് എടുത്തോ. ഓക്കെ, എനിക്ക് ടീച്ചർ ആയാൽ മതി, ടീച്ചർ ആവാം. എനിക്ക് കോളേജിൽ ലെക്ചർ ആവാം. ഓക്കെ, ഇനിയിപ്പോ PhD ഒക്കെ എടുത്തില്ല ഒരു റിസർച്ചർ ആണോ? ആവാം, നമുക്കാവാം. പിന്നെ അല്ല ടീച്ചിങ് ബേസിലൊക്കെ നമുക്ക് BEd സെറ്റ് നെറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പോയാൽ മതി. ഓക്കെ, സുഖമായിട്ട് നമുക്ക് PG ഒക്കെ പഠിച്ചുകൊണ്ട് BCom റിലേറ്റഡ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് MCom എടുത്ത് PG ഒക്കെ എടുത്തിട്ട് BEd ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. റെഡി? പിന്നെയോ ലെക്ചർ ബേസിൽ നെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൊമേഴ്സ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോളേജിലൊക്കെ പ്രൊഫസർ ആയിട്ട് മാറാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കരിയർ, ഒരു പ്രൊഫഷൻ തന്നെയാണ്. അടിപൊളി. അതേപോലെ റിസർച്ചർ, നമുക്ക് PhD എടുക്കാം. കൊമേഴ്സ് ബേസിൽ ഒരുപാട് ടോപ്പിക്സിൽ PhD ഒക്കെ എടുത്ത് റിസർച്ചർ ആയിട്ട് പോകുന്ന എത്ര ആളുകളുണ്ട്, ചെയ്യാം. ഓക്കെ, എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ അത്രയ്ക്കും സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ബേസ് പറഞ്ഞു. ഇനി അതേഴ്സ് നോക്കിയോ. അതേഴ്സിലാണ് നമുക്ക് ഏത് പോവാം. അതേഴ്സാണ് നമുക്ക് ഏതൊക്കെ പറയാം. നമുക്കിപ്പോ മെയിൻ ആയിട്ട് പോകാൻ പറ്റാത്തത് മാത്രം നമുക്ക് അറിയാം. നമുക്കിപ്പോ ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റില്ല, ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല, ഒരു എഞ്ചിനീയർ ആവാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ. ഈ പറഞ്ഞതൊക്കെ ജസ്റ്റ് മെയിൻ ഒരു ഹെഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇതില് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഉൾപ്പെടാത്ത അത്രയ്ക്കും കാര്യങ്ങൾ ഇനിയും കിടക്കുകയാണ്. നമുക്കിപ്പോ IS ആണോ? ആവാം. ഓക്കെ, ഇനിയിപ്പോ ഹ്യൂമാനിറ്റീസ് ബേസിലെ സ്ട്രീമിൽ പോകുന്ന ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഇല്ലേ. അതിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഇപ്പൊ ജേർണലിസം പോണോ? ജേർണലിസത്തിലേക്ക് പോണോ? പോവാം. ഓക്കെ, അങ്ങനെ ഒരുപാട് അതർ കരിയർ ഓപ്ഷൻസും നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. റെഡി? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണം മക്കള് മനസ്സിൽ വെക്കാൻ. അല്ലാതെ ജസ്റ്റ് ഒരു കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പഠിക്കാൻ കുറവുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബേസിലൊന്നും ആവരുത് ആരും ഒരു കൊമേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. പഠിക്കാനൊന്നും ഒരു കുറവും എവിടെയില്ല. ഓരോ സ്ട്രീമിലും അതിൻ്റെതായ രീതിയിൽ നല്ലോണം പഠിക്കാനുണ്ട്. കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവരും പറയും സയൻസിനേക്കാൾ കുറവാണ് കൊമേഴ്സിൽ പഠിക്കാൻ, അല്ലെങ്കിൽ ഈസിയാണ് പാസ്സാവാൻ. അങ്ങനെയൊന്നുമില്ല. കൊമേഴ്സിലേക്ക് നമുക്ക് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സോ ഓരോ സ്ട്രീമിനും അതിൻ്റെതായുണ്ട്. സോ അതുകൊണ്ട് മാർക്ക് കുറവുള്ള ആൾ സെലക്ട് ചെയ്യുന്നതാണ് കൊമേഴ്സ്. പണ്ടൊക്കെ അങ്ങനെ ഒരു ധാരണകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പാസ്സാവാൻ കഴിയുന്നതാണ്. അതൊന്നും ബേസ് ചെയ്തുകൊണ്ടല്ല ഇനി ആരും കൊമേഴ്സ് സ്ട്രീം ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും എന്തായാലും ചൂസ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കരിയർ സെറ്റ് ആക്കുക എന്നുള്ള ആ ഒരു ഫോക്കസിൽ വേണം നമ്മൾ എന്ത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. ഓക്കെ, റെഡി? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രത്തോളം പണികൾ നമുക്ക് കിട്ടും, പണി നമുക്ക് കൊടുക്കാനും പറ്റും. അതാണ് കൊമേഴ്സ്. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.